ഹായ്, നമസ്കാരം. ആക്ച്വലി എന്താ ഉണ്ടായത്? ഏ അനുമോൾക്ക് ഇപ്പോഴുള്ളതിനെക്കാട്ടിലും വോട്ട് കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ ഒരു പോക്കാണ്. ശൈത്യമൊക്കെ കയറിയിട്ടേ ഭയങ്കരമായിട്ട് അനുമോളുടെ അഗെയിൻസ്റ്റ് പറയുന്നുണ്ട്. പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നിന്ന് പ്രത്യേകിച്ച് പറയുന്ന അവർക്ക് മെച്ചമൊന്നുമില്ല. മേ ബി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കും. ബട്ട് അത് വീണ്ടും അനുമോൾക്ക് ഗുണകരമായി മാറുകയാണ് ചെയ്യുക എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ നല്ല മനുഷ്യനാണ് അനീഷേട്ടൻ. വളരെ നല്ല മനുഷ്യനാണ് അനീഷേട്ടൻ. വലിയ മനുഷ്യനാണ് അനീഷേട്ടൻ. ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന മനുഷ്യനാണ് അനീഷേട്ടൻ. ഓക്കെ, നല്ല മനുഷ്യനാണ് അനീഷേട്ടൻ. സ്നേഹമുള്ള മനുഷ്യനാണ് അനീഷേട്ടൻ. അതിലൊന്നും എനിക്ക് തെറ്റ് പറയാനില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ശൈത്യ എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ആ അനീഷേട്ടനെ അനുമോള് എന്നുള്ള രീതിയിൽ ഇരുന്ന് പറയുന്നുണ്ട്. ലൈക്ക് അത്രയും നല്ല സത്യസന്ധനായ ഒരു മനുഷ്യനെ അനുമോള് എന്തോ ഹോപ്പ് കൊടുത്ത് പറ്റിച്ചു എന്നുള്ള രീതിയിലായിരിക്കും അർത്ഥം വെക്കുന്നത്. അങ്ങനെയായിരിക്കും അനുമോൾ മറ്റേ ശൈത്യം ഉദ്ദേശിച്ചത്. ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് ശൈത്യം എന്താണ് ഉദ്ദേശിച്ചത്? ഉം? എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ആൾക്കാരെ കൊണ്ട് അനുമോളെ ചീത്ത വിളിപ്പിക്കുക എന്നാണോ ഉദ്ദേശിച്ചത്? അനീഷിന്റെ ഉള്ളിലേക്ക് പിന്നെയും പിന്നെ ഇതിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇട്ട് കൊടുക്കലായിരുന്നു ഉദ്ദേശം. അനീഷിനി പറയണോ? ഉം, ശൈത്യ പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്ക് കുറെ മോഹമൊക്കെ തന്നു അനുമോള്, എന്നിട്ട് എന്നെ പറ്റിച്ചു എന്ന് അനീഷ് പറയുമെന്ന് ശൈത്യ കരുതിയോ? അങ്ങനെ കരുതിയെങ്കിൽ അനീഷ് ഒന്നും മിണ്ടിയില്ല. ഏ അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ശൈത്യക്ക്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാണ് ഈ ഐറ്റംസ് ഒക്കെ അവിടെ ശൈത്യ കൊണ്ട് നിർത്തുന്നുള്ളത് മനസ്സിലായില്ല എനിക്ക്. ഒന്നാമത് ഈ അനീഷും അനുമോളും തമ്മിലുള്ള സംഭവം, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തു, അനുമോൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു, വിട്ട് കഴിഞ്ഞ് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. അനീഷ് ആണെങ്കിലും പലപ്പോഴായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പറയുന്നുണ്ട്, എന്താ പറയുക, എനിക്ക് ഇതിന് താല്പര്യമില്ല സംസാരിക്കാൻ, അത് ക്ലോസ് ചെയ്ത കാര്യമാണെന്ന് പല സാഹചര്യത്തിലും മനീഷ് പറയുന്നുണ്ട്. പക്ഷെ പിന്നെയും പിന്നെയും ഇത് തന്നെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇടുക, പലരും അതൊരു ചർച്ചയാക്കി എടുത്തിട്ട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ വല്ലാതൊരു ഇറിറ്റേഷൻ. ഓൾറെഡി കഴിഞ്ഞ ശനി ഞായർ എപ്പിസോഡിന്റെ അകത്ത് ലാലേട്ടൻ വന്ന് ഇത് പിന്നെയും കേക്ക് കൊണ്ടുവന്നിട്ടിടലും അതൊക്കെ ഭയങ്കര ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ എന്തിനാണത്, അലമ്പായിട്ടാണ് തോന്നിയത്. അപ്പൊ അത് അതോടെയെങ്കിലും തീർന്നു എന്ന് വിചാരിച്ചു. ഇതിപ്പോ ഇവര് കയറി വന്നതിന് ശേഷം വീണ്ടും ഇത് തന്നെ കൊണ്ടുവന്നിട്ടിടുന്നു. ശൈത്യ കാര്യമായിട്ടിരുന്ന് പറയുകയാണ്, അവിടെ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏഹ് പിന്നെ മുൻഷി രഞ്ജിത്ത് വന്ന ഉടനെ എന്താ പറയാ, അനീഷിന്റെ അടുത്ത് പോയിട്ട് ഈ സംഗതി കൊണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് സംസാരിക്കുകയാണ്. എന്തിനാണ് ഇവർക്കൊന്നും വയ്യേ? എന്തെങ്കിലും അങ്ങ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം, അതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് ചർച്ചയാക്കാൻ വേണ്ടിയിട്ട്. മുൻഷി രഞ്ജിത്തൊക്കെ ഗംഭീരം, കലക്കൻ. ഛേ, മുൻഷി രഞ്ജിത്തിന്റെ ഒരു അപാര കോമഡി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ചിരിച്ചിരിച്ചിരിച്ച് അവസാനം ജഡ്ഡി മൂത്രം പോയിട്ട് ജഡ്ഡിയൂരി ഞാനിവിടെ തിരുമ്പായിട്ടിരിക്കുകയാണ്. വേറെ ഉണങ്ങിയിട്ടില്ല, ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഉണങ്ങിയിട്ട് വേണം എനിക്കൊന്ന് എടുത്തിടാൻ. മുൻഷി രഞ്ജിത്ത് പറയണേ, അനുമോളുടെ അടുത്ത് ചായ ഇടുന്ന്, പിയാറിട്ട ചായ വേണ്ട അത്ര. അങ്ങനെ ചിരി ചിരിയായിരുന്നു. ഞാനും ഇവിടെ വീട്ടുകാരൊക്കെ ഇരുന്ന് ചിരിക്കായിരുന്നു. അമ്പോ ചിരിച്ചിരിച്ച് അമ്മയ്ക്കൊക്കെ വയ്യാണ്ടേ, ഇപ്പൊ കിടന്നുറങ്ങാൻ ക്ഷീണിച്ചിട്ട്. അമ്മമ്മയുടെ കപ്പ തന്നെ ബോധം പോയി. ഇനിയിപ്പോ നാളെ എണീക്കുള്ളൂ ആള്. ചിരിച്ചിട്ടേ പിയാർ, പുറത്തുനിന്ന് വാക്ക് കിട്ടിയിട്ടുണ്ട് പിയാ. അപ്പൊ അതിന്റെ അകത്ത് അത് പിടിച്ച് തൂങ്ങിയിട്ട് ഇങ്ങനെ നടക്കാണ്. പിന്നെ മുൻഷി രഞ്ജിത്ത് രസാ, സാരി കൊടുത്ത് വരുന്നുണ്ട്, സീക്രട്ട് ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്തില്ലേ വീണത്. ആരും ഇരുന്ന് ചിരിക്കണുണ്ട്. ഒരൊന്നും വലിയ വലിയ ആവോളമൊന്നും ഉണ്ടായില്ല. ആൾക്കാരെയും അതിന്റെ അകത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇനിയാന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടി തോന്നുന്നുണ്ട്. എന്തിനാണ് മനുഷ്യേട്ടാ? ഏഹ് എന്തിനാണ് ക്രിഞ്ച് പരിപാടികള്? കഷ്ടം. സംഗതി ഇപ്പൊ ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കണം എന്നൊന്നും ഇല്ല. പോയിട്ട് മിണ്ടാണ്ടിരുന്നാലും മതി, അതാ നല്ലത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആവണേക്കാട്ടിലും ഭേദം മിണ്ടാണ്ടിരിക്കുന്നതാണ്. ഇന്നലെ പിന്നെ അയ്യോ, അതിന് ശേഷം സാഹിത്യയുടെ ബഹളമായിരുന്നു. ലൈവില് കുറച്ച് കാര്യമായിട്ട് ആക്ച്വലി ഉണ്ടായിരുന്നു.
എന്തൊരു ബഹളമായിരുന്നു ശൈത്യ, അനുമോളെ ഇട്ട് കുരുക്കിയിരുന്നു ശൈത്യ. ഓക്കെ, ശൈത്യയുടെ വികാരം എനിക്ക് മനസ്സിലാവും. ഞാൻ കംപ്ലീറ്റ്ലി ശൈത്യയെ കുറ്റമൊന്നും പറയില്ല കേട്ടോ. കംപ്ലീറ്റ്ലി കുറ്റമൊന്നും പറയുന്നില്ല. അവരുടെ വികാരം അവര് പറഞ്ഞു. ഇപ്പൊ വെളി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ബിക്കോസ് ഷോന്റെ അകത്തുള്ളപ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക, പുറത്ത് വന്നു കഴിഞ്ഞാൽ വെറുതെ വിടുക എന്നുള്ളതാണ് മര്യാദ. അതാണ് അതിന്റെ ഒരു ന്യായം. അപ്പം ഷൈറ്റിക്ക് അങ്ങനെ അറ്റാക്ക് കിട്ടിയതിൽ ഞാനും വിഷമിക്കുന്നു. അതൊക്കെ ഓക്കെ. പക്ഷെ അതല്ലാതെ ഇപ്പൊ തിരിച്ച് ശൈത്യം അതിന്റെ അകത്ത് കയറിയിട്ടുണ്ടല്ലോ. അപ്പൊ കയറിയിട്ട് അതിന്റെ അകത്ത് അവര് ചെയ്ത കാര്യത്തെ ഞാനൊന്ന് എടുത്ത് പറയാണ്. അവര് എന്താ പറയാ, ഈ കട്ടപ്പട പേരും പറഞ്ഞിട്ടൊക്കെയാണ് അവര് അനുമോളുടെ മെക്കെട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി പോണത്. ഞാൻ കട്ടപ്പട എന്നുള്ള പേരൊന്നും പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ജെനുവിൻലി പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. സത്യത്തിൽ ആരാണ് ആദ്യം അനുമോളെ പുറകുന്ന് തോണ്ടിയത്? ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ. എന്റെ ഒരു അറിവില് ഈ അനുമോളും ശൈത്യൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്ന സമയത്ത് തന്നെ ശൈത്യല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നേ. ഏഹ് അതായത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിലും അനുമോളെ കുറിച്ച് ഓരോ കുറ്റം പറയുക, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക, ആ പരിപാടി ശൈത്യല്ലേ തുടങ്ങി വെച്ചത് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമ്പോൾ. ഏഹ് ഇതൊക്കെ ആൾക്കാർ കണ്ടതല്ല. അനുമോളുടെ പി ആർ മാത്രമൊന്നുമല്ലല്ലോ അതിനെ ക്രിട്ടിസൈസ് ചെയ്തത്. അല്ലാത്ത ആൾക്കാരും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ശൈത്യനെ ആ പേരും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടേ. ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ശൈത്യ അനുമോളെ കുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അനുമോളോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ അത് എഗ്രി ചെയ്ത് തരില്ല, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. ശൈത്യ കുത്തിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, മറ്റേ കൂടോത്രത്തിന്റെ ഒക്കെ ഒരു കേസ്. ഉം അപ്പാനിച്ചടുത്ത് അനുമോൾ എന്തോ കൂടോത്രന്നോ നെഗറ്റീവ് എനർജിന്നോ അങ്ങനെ എന്തോ ഇരുന്നിട്ട് ശൈത്യയുടെ അടുത്ത് പറയണ്ടായിരുന്നു. അപ്പൊ ശൈത്യ എനിക്കും അങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ ഇരുന്നിട്ട് അനുമോളെ കുറ്റം പറയണ്ടായിരുന്നു. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ. അപ്പൊ ആ സമയത്താണെങ്കിലും അനുമോളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന ആള് എന്നുള്ള പേരിലൊക്കെ ആയിരുന്നു ശൈത്യം നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലൊക്കെ അല്ലേ നിൽക്കണ്ടായിരുന്നത്. പക്ഷെ അന്ത ടൈമിലെ പിന്നാലൊന്ന് കുത്തിയിട്ടുണ്ട് ശൈത്യ. അപ്പോ ആൾക്കാർ ഓൾറെഡി അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് കട്ടപ്പ എന്നുള്ളൊരു പേര് അങ്ങനെ വന്നതാണ്. അപ്പൊ അതില് വിഷമിച്ചോളൂ, വിഷമം മനസ്സിലാക്കണു ഞാന്. പക്ഷെ നിങ്ങൾ അതിൻ്റെ അകത്ത് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വളരെ നല്ലൊരു സുഹൃത്തായിട്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അനുമോളെന്തോ അങ്ങനെ അങ്ങനെ പറയണത് ശരിയല്ലല്ലോ. നിങ്ങൾ കുത്തിയിട്ടുണ്ട് ശൈത്യ, നിങ്ങൾ കുത്തിയിട്ടുള്ളത് നാട്ടുകാർ കണ്ടതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അനുമോൾ പെർഫെക്റ്റ് ആണെന്നോ അങ്ങനെ ഒന്നും പറയണില്ല. ഞാൻ ഇപ്പോഴും തുറന്നു പറയാം, അനുമോളോട് എനിക്ക് പല കാര്യത്തിലും നല്ല വിയോജിപ്പുണ്ട്, നല്ല താല്പര്യക്കുറവ് പല വിഷയത്തിലും എനിക്ക് ആക്ച്വലി ഉണ്ട്. പ്രത്യേകിച്ച് അവര് ആവശ്യമില്ലാത്ത അലിഗേഷൻസ് വെക്കുക, ആവശ്യമില്ലാത്ത കാർഡ് ഇറക്കുക, ഈ വക പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ്. നല്ല രീതിയിൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അനുമോളേനെ. പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യും. പക്ഷെ എല്ലാ വിഷയത്തിലും അനുമോളുടെ മെക്കെട്ട് കയറിക്കൊണ്ടേയിരിക്കുക, ബാക്കി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുമ്പോൾ എല്ലാം പറയും. എനിക്കതാ ഇഷ്ടം. ഉം. ട്ടാ, എനിക്കതാ ഇഷ്ടം. പിന്നെ എന്താ പറയാ, ലോണിന്റെ കാര്യവും, അവൾക്ക് ലോണൊന്നും ഇല്ലെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഡെപ്സ് ഒന്നും ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഡയലോഗ് ശൈത്യം അടിക്കുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ എന്തിനു? അതിന്റെ ഒക്കെ ആവശ്യം ആക്ച്വലി ഉണ്ടോ ഈ ഒരു ഷോയിന്റെ അകത്ത് വന്നിട്ട്? ഇപ്പോ ഈ ഒരു വലിയ ആയുധാക്കി എടുത്തിട്ട് ഇങ്ങനത്തെ അമ്പൊക്കെ വിടേണ്ട കാര്യം ആക്ച്വലി ഉണ്ടോ? അത് മോശമല്ലേ? ഏഹ് നല്ല ഫ്രണ്ട് ആണെന്നൊക്കെയാണല്ലോ വെപ്പ്. ഇപ്പൊ വന്നിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? അനുമോളുടെ ചേച്ചിയാണെന്ന് തോന്നുന്നു അവിടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പ്രൂഫ് സഹിതം, അവർക്കുള്ള ഡെപ്സിന്റെ പ്രൂഫ് സഹിതം അവരെന്തൊക്കെ അവിടെ സ്റ്റോറി ഒക്കെ ആയിട്ട് ആക്ച്വലി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോ വെളിയിൽ വന്നിട്ട് ഇതിനൊക്കെ മറുപടി ശൈത്യം പറയേണ്ടി വരും അല്ലേ? അപ്പൊ വേണ്ട കാര്യങ്ങള് ശൈത്യക്ക് പറയാൻ അതിന്റെ അകത്ത് കയറിയിട്ട് വികാര പ്രകടനങ്ങളൊക്കെ ആവാം, ഒരു കുഴപ്പമില്ല. അനുമോളോടുള്ള വിയോജിപ്പൊക്കെ ആവാം. പക്ഷെ ആകുമ്പോ പോയിന്റ് പറയും. അല്ലാണ്ട് ഇതിപ്പോ ഈ വികാരത്തിന്റെ പുറത്ത് ഓവറായിട്ട് പറഞ്ഞു ഓവറാക്കി അങ്ങ് പോകുമ്പോ അത് ആൾക്കാർക്കാണെങ്കിലും എന്നുള്ളൊരു തോന്നലാ തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അനുമോളോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പോലും ശൈത്യയുടെ പ്രകടനം കാണുന്ന സമയത്ത് ആ, ശൈത്യയോടൊരു നെഗറ്റീവും അനുമോളോടൊരു അനുകമ്പയുമാണ് തോന്നുന്നത്. ഇപ്പൊ അതാണ് സംഭവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ള വോട്ടിനെക്കാട്ടിലും കുറച്ചുകൂടി കാര്യമായിട്ട് അങ്ങ് കയറും. ഏ ഇപ്പൊ അപ്പാനി ശരത്ത് വന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആളവിടെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്.
ഇപ്പൊ നോക്കുമ്പോ എന്താണ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഗെയിമായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പാനിച്ചടുത്ത് അത്യാവശ്യം അഗ്രസീവായിട്ട് നിന്നുണ്ട്. പക്ഷെ ഇതിപ്പോ രണ്ടാമത് കയറിയ സമയത്ത് അങ്ങേര് അവിടെ വരുന്നു, വന്ന കാര്യം എന്താണ്, ജോളി അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബട്ട് ഈ പറയുന്ന ഇവരൊക്കെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ? പിന്നെ ഈ പി ആർ എന്ന് പറയുന്ന സംഭവം 93 ദിവസമായി ഇവരൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കണു. അനുമോളായിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ആദിലായിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിൽക്കണം. അത് PR എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെയും അനീഷിനെയൊക്കെ മാറ്റി നിർത്താ എന്നൊക്കെ ആണെങ്കിൽ PR ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാ. എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ അകത്ത് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പല കാര്യത്തിലും വിയോജിപ്പും താല്പര്യക്കുറവും ഒക്കെ ഉണ്ടാവും. ബട്ട് എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദേ എന്താ പറയുക, ദേ ആർ സർവൈവിങ്. അതിൻ്റെ അകത്ത് അവര് കഷ്ടപ്പെട്ട് നിന്നു, ഇത്രയും ദിവസം നിന്നു. ഇപ്പൊ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇമ്മാതിരി വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ പുറത്തായി. മുൻഷി രഞ്ജിത്തൊക്കെ ഫസ്റ്റ് പോയ ആളാ. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുക അവനവന്. മുൻഷി രഞ്ജിത്തിന്റെ കാര്യം മാത്രമല്ല പറയണം, ഇപ്പൊ അതിൻ്റെ അകത്ത് കയറി വലിയ വലിയ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം, നമ്മൾ ഇതിൻ്റെ അകത്ത് മര്യാദയ്ക്ക് ഗെയിമൊന്നും കളിച്ചില്ല, അല്ലെങ്കിൽ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല, ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി പറ്റിയില്ല, ഇഷ്ടം പിടിച്ചു പറ്റി അതൊരു വോട്ടാക്കി മാറ്റിയിട്ട് വോട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ട് പുറത്തായി എന്നുള്ള സംഭവം മനസ്സിലായിട്ട് മൂടിയിട്ടിരിക്കുക. അതല്ലേ നല്ലത്. അല്ലാതെ രക്ഷയില്ലാതെ ഡയലോഗ് അടിച്ച് പിന്നെ ആദില നൂറ, ഇഫ് ഐ എം നോട്ട് ഇഫ് ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ. ശൈത്യ മറ്റേ ആദില നൂറേനെയും മനുമോള് വാക്സാപ്പ് ചെയ്തു അങ്ങനെ വല്ലതും സംസാരിച്ചായിരുന്നോ? അങ്ങനെ എന്തോ കേട്ട പോലെ. ഐ എം നോട്ട് ഷുവർ. അതാ പറഞ്ഞത്, ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ എന്ന്. ആദില നൂറേനെയും മനുമോള് ചതിച്ചിട്ടുണ്ടോ പുറകെ നിന്നിട്ട്? ശൈത്യ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്ലീസ് കറക്റ്റ് മീ. അങ്ങനെയാണ് പറഞ്ഞത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലൈവ് ഫുൾ ടൈം ഇരുന്ന് കാണാറില്ല, ഇടയ്ക്കേ കാണാറുള്ളൂ. ബട്ട് എപ്പിസോഡ് ഡെയിലി കാണാറുണ്ട്, മുടങ്ങാതെ കാണാറുണ്ട്, പ്ലസ് മുടങ്ങാതെ കാണാറുണ്ട്. അതിലൊന്ന് ഞാൻ ഈ അനുമോൾ ആദില നൂറേനെ മാറി നിന്ന് കുറ്റം പറയുക അല്ലെങ്കിൽ പുറകൊന്ന് കുത്തണ പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അവരങ്ങനെ ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിൽ ആക്ച്വലി ഇല്ല. പക്ഷെ ആദില നൂറ തിരിച്ചു ചെയ്യണത് കണ്ടിട്ടുണ്ട്. ആദില നൂറ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ അനുമോളെ കുറിച്ച് കുറ്റം പറയണ ഞാൻ കണ്ടിട്ടുണ്ട്. ആദില അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് അനുമോളെ കുറിച്ച് കുറ്റം പറയാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കളി നടന്നിട്ടുണ്ട്, അത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ബട്ട് അനുമോള് തിരിച്ചു ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. കണ്ടിട്ടില്ല. അപ്പോ ഉള്ള കാര്യങ്ങൾ പറയാം. ശൈത്യക്ക് നല്ല ആർക്കാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പച്ചയ്ക്ക് പറയാം, ഒരു വിരോധമില്ല. പക്ഷെ ദേഷ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എന്തും വിളിച്ചു പറഞ്ഞ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴാണ് അരോചകമാവണത്. ഇത് പറയുമ്പോ നമ്മളെ PR ഒന്നും ആക്കരുത് കേട്ടോ, PR ഒന്നല്ല. ജസ്റ്റ് ഇത് ഒരു വിഷയം സംസാരിച്ചു എന്ന് മാത്രം, കണ്ടപ്പോ തോന്നിയതെന്ന് പറഞ്ഞു എന്ന് മാത്രം. മറ്റേന്റെ ആവശ്യം ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അനീഷ് അനുമോൾ പ്രപ്പോസ് ചെയ്ത സംഭവം അത് പിന്നെയും മുൻഷി രഞ്ജിത്താണെങ്കിലും ഇവരൊന്നും അത് വലിയ ചർച്ചയാക്കി. എന്തിനാണ്? വിട്ടൂടെ? കഴിയാറായി, ഇനിയിപ്പോ 7 ദിവസം കൂടിയേ ഉള്ളൂ. എന്ത് പണ്ടാരാച്ച പുറത്തിറങ്ങിയിട്ട് അങ്ങ് തീർത്താൽ മതി എന്താണെങ്കിൽ. ഇതല്ലാണ്ട് ഈ അവസാന നിമിഷമാകുമ്പോ ഈ സത്യത്തില് മുമ്പൊക്കെ ഈ പോയ ആൾക്കാർ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഒരു രസമായിരുന്നു, ഇഷ്ടമാണ് നമുക്ക് കണ്ടിരിക്കാനൊക്കെ. പക്ഷെ ഈ ഒരു സീസണിന്റെ അകത്ത് എല്ലാം കൂടി തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷനും അല്ലെങ്കിൽ ഒട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഭയങ്കരടോ ഇത്. ഞാൻ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യൊന്നുമല്ല,
പക്ഷെ തോന്നിയൊരു കാര്യം ജെനുവിൻലി പറയണ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആരും ഒന്നും പറയാനൊന്നും വേണ്ട കേട്ടാ. നമ്മളെ റിവ്യൂ ആയിട്ട് പറയണു മാത്രം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആരെയും സൈബർ അറ്റാക്കോ പുല്ലൊന്നും ചെയ്യല്ലേ. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും മാന്യമായിട്ട് മര്യാദയ്ക്ക് ഞാൻ വളരെ ഡൗൺ ആയിട്ടിരുന്ന് സംസാരിക്കണതിന്റെ റീസൺ അതാണ്. നമ്മൾ ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഉദ്ദേശം കാര്യം ഷോ ഓൺ അറ്റ് ദ എൻഡ് ഓഫ് ഗെയിം ഷോ. ആൻഡ് നമ്മൾ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം കമാന്ന് ഒരു അക്ഷരം മിണ്ടില്ല. എന്റെ ചാനലെടുത്ത് നോക്കിയോ, ഞാൻ ആ ഷോവിന്റെ അടുത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മിണ്ടിയിട്ടുണ്ടെന്നല്ലാണ്ട് അതിന്റെ അകത്ത് വെളിക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ മിണ്ടിയിട്ടില്ല. ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ ഞാൻ കയറി എന്താ പറയാ സംസാരിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാൻ പറ്റുണ്ടോ? ഇത്രയേ ഉള്ളൂ. ആ പി ആറിന്റെ ഒക്കെ കാര്യം ഇപ്പൊ മുൻഷി ആണെങ്കിലും എന്താ പറയാ ആരാണെങ്കിലും അതിന്റെ അകത്ത് ഈ പി ആറിന്റെ കാര്യമൊക്കെ പറയണ്ടെന്നുണ്ടെങ്കിൽ സി ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ. അവരുടെ പി ആറുകാരൻ ഇവരുടെ പി ആറുകാരൻ ഞാൻ പുറത്തായി, ഞാൻ ഭയങ്കരായിരുന്നു. ഞാനങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ആര് വിജയിച്ചാലും സന്തോഷം. അക്ബർ വിജയിച്ചോട്ടെ, ഷാനവാസ് വിജയിച്ചോട്ടെ, നെവിൻ വിജയിച്ചോട്ടെ, വെരി ഗുഡ്, സന്തോഷമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഇവിടെ വിജയ സാധ്യത കൂടുതൽ കാണുന്നത് അനീഷിനും അനുമോൾക്കുമാണ്. അവര് വിജയിച്ചാലും ഡിസർവിങ് ആണ്. ഇനി അവര് വിജയിച്ചു കഴിഞ്ഞാല് പി ആർ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി ടു സേ ദിസ്, കഴിവുള്ളവൻ വിജയിക്കും. സപ്പോർട്ടുള്ള കഴിവെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഓഡിയൻസിന്റെ പിന്തുണ പിടിച്ചു പറ്റുക, ആ പിന്തുണയെ വോട്ടാക്കി മാറ്റിയിട്ട് വിജയ സാധ്യതയിലേക്ക് എത്താൻ പറ്റുന്ന ആൾക്കാർ വിജയിക്കും. അല്ലാത്ത ആൾക്കാർ കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് പറ്റിയില്ല എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ദുഷിക്കും. അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ എന്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, എക്സാമിന് തോറ്റു കഴിഞ്ഞാൽ തോറ്റു, പഠിച്ചില്ല തോറ്റു, അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ അതിൽ ചോദ്യം ഇട്ടത് തെറ്റി അല്ലെങ്കിൽ ടീച്ചർ കറക്റ്റ് ചെയ്ത് തെറ്റി എന്നൊന്നും പറഞ്ഞ് അവിടെ എക്സ്ക്യൂസ് പറയുക, അതിൽ നിൽക്കരുത്. തോറ്റാ തോറ്റു, ഒരു കുറ്റം ചെയ്താൽ ചെയ്തു, അക്സെപ്റ്റ് ചെയ്യുക. എണീച്ച് വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ആരാ ചെയ്തതെന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണീച്ച് വന്ന് ഞാനാ ചെയ്തെങ്കിൽ പറയാ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കണേ. പണ്ട് തൊട്ടേ നമ്മൾ ഇതാണ് ഫോളോ ചെയ്ത് പോണേ. അപ്പോ അക്സെപ്റ്റ് ചെയ്യുക. തോറ്റാ തോറ്റു, ജയിച്ചവരെ അക്സെപ്റ്റ് ചെയ്യുക, തോറ്റാ തോൽവി സമ്മതിക്കുക. അത്രയേ ഉള്ളൂ.